ഖുർആനിലെ 37-ാമത്തെ അധ്യായമായ സൂറത്തു സാഫാത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മക്കയിൽ അവതരിക്കപ്പെട്ട 182 ആയത്തുകളുള്ള ഈ സൂറത്ത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു പ്രത്യേക ഭയഭക്തിയും ശാന്തതയും നിറയും. എന്താണ് ഈ സൂറത്തിൻ്റെ പ്രത്യേകത? വരികൾക്കിടയിലെ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ പേരിൻ്റെ അർത്ഥം നോക്കാം. അസ്സാഫാത്ത് എന്നാൽ അണിനിരന്ന് നിൽക്കുന്നവർ എന്നാണ് അർത്ഥം. അള്ളാഹുവിനെ വണങ്ങാനും അവൻ്റെ കൽപ്പനകൾ അനുസരിക്കാനുമായി അച്ചടക്കത്തോടെ അണിനിരന്ന് നിൽക്കുന്ന മലക്കുകളെ കുറിച്ചാണ് ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത്. പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥിതിയും അച്ചടക്കവും എത്രത്തോളം കൃത്യമാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ സൂറത്ത് പ്രധാനമായും സംസാരിക്കുന്നത് 3 കാര്യങ്ങളെക്കുറിച്ചാണ്. തൗഹീദ്, അതായത് ഏകദൈവ വിശ്വാസം, പ്രപഞ്ചത്തിന് ഒരൊറ്റ നാഥൻ മാത്രമേയുള്ളൂ എന്ന പ്രഖ്യാപനം. അടുത്തത് പരലോക വിശ്വാസം, മരണാനന്തര ജീവിതവും പരലോകത്തെ വിചാരണയുമാണിത്. അടുത്തത് പ്രവാചകന്മാരുടെ ചരിത്രം, നൂഹ് നബി, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, മൂസ നബി, ഹാറൂൺ നബി, യൂനുസ് നബി തുടങ്ങിയ മഹത്തുക്കളായ പ്രവാചകന്മാരുടെ ജീവിതത്തിലെ നിർണായക നിമിഷങ്ങൾ ഈ സൂറത്തിൽ വിവരിക്കുന്നുണ്ട്. ഈ സൂറത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഭാഗം ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും ചരിത്രമാണ്. തൻ്റെ ഏകമകനെ ബലി നൽകാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ ഒട്ടും മടിക്കാതെ ആ കൽപ്പന അനുസരിക്കാൻ തയ്യാറായ പിതാവിൻ്റെയും മകൻ്റെയും കഥ. നമ്മുടെ ബലിപെരുന്നാളിൻ്റെ, ഈദുൽ അദ്ഹ പെരുന്നാളിൻ്റെ പശ്ചാത്തലം ഈ സൂറത്തിലാണ് വ്യക്തമായി പറയുന്നത്. അവരുടെ ത്യാഗത്തിന് പകരമായി അള്ളാഹു സ്വർഗത്തിൽ നിന്നും ഒരു ആടിനെ നൽകി അവരെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ വലിയൊരു മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടു പോയ യൂനുസ് നബിയുടെ ചരിത്രവും ഇതിലുണ്ട്. കടുത്ത ഇരുട്ടിൽ കിടന്ന് അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിച്ചു പ്രാർത്ഥിച്ചതുകൊണ്ടാണ് അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത്. പ്രതിസന്ധികളിൽ അള്ളാഹുവെ സ്തുതിക്കുന്നതിൻ്റെ പ്രാധാന്യം ഈ സൂറത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ മഹത്വത്തെയും പ്രവാചകന്മാരുടെ ത്യാഗങ്ങളെയും സത്യവിശ്വാസികൾക്ക് ലഭിക്കാനിരിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങളെയും കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന അതിമനോഹരമായ ഒരു സൂറത്താണിത്. ഇന്ന് തന്നെ സമയം കണ്ടെത്തി ഈ സൂറത്തിൻ്റെ അർത്ഥം ഒന്ന് വായിച്ചു നോക്കൂ. ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാവും ഇൻഷാ അല്ലാഹ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.